ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സ്ഥാനം ശങ്കർ മോഹൻ രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി കൈമാറി. രാജിവെച്ചതിന് വിവാദങ്ങളുമായി ബന്ധമില്ലെന്ന് ശങ്കർ മോഹൻ. കാലാവധി തീർന്നതിനാലാണ് രാജിയെന്നും വിശദീകരണം. ശങ്കർ മോഹന്റെ രാജിയെക്കുറിച്ച് പ്രതികരിക്കാതെ അടൂർ ഗോപാലകൃഷ്ണൻ. താൻ മന്ത്രിയല്ല, കാണുന്നിടത്തൊക്കെ വെച്ച് പ്രതികരിക്കാനെന്ന അടൂരിന്റെ പ്രതികരണം. സർക്കാരുമായി ചർച്ച നടത്താതെ സമരം പിൻവലിക്കാനാവില്ലെന്ന് കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ. സർക്കാരിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. സമരത്തിൽ ആവശ്യപ്പെട്ട മറ്റ് ഉറപ്പുകളും പാലിക്കപ്പെടണമെന്നും വിദ്യാർത്ഥികൾ. ധോണിയെ വിറപ്പിച്ച PT-7 പിടികൂടാനുള്ള ദൌത്യം താൽക്കാലികമായി നിർത്തി. PT-7 ഉൾക്കാട്ടിലേക്ക് കയറിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. ദൌത്യം നാളെയും തുടരുമെന്ന് വനംവകുപ്പ്. മയക്കുവെടി വെക്കാൻ സാഹചര്യം അനുകൂലമായിരുന്നു ഇല്ലെന്ന് ACF. കുങ്കിയാനകളെ ക്യാമ്പിലേക്ക് തിരികെ എത്തിച്ചു. PT-7 സ്വഭാവമനുസരിച്ച് വൈകുന്നേരങ്ങളിൽ താഴേക്കിറങ്ങും. നിരീക്ഷണം തുടരുമെന്നും ദൌത്യസംഘം. വനംവകുപ്പ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് ധോണിയിലെ നിന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും. വന്യജീവി ശല്യം പരിഹരിക്കാൻ ജനകീയ ഇടപെടൽ വേണം. വൈത്തിരി മോഡൽ മാതൃകയാക്കണമെന്നും മന്ത്രി. ധോണി മൂലപാടം മേഖലയിൽ ഇന്നലെ രാത്രിയും കാട്ടാന ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. എത്തിയത് PT-7 ആണെന്ന സംശയത്തിൽ നാട്ടുകാർ. മാധവ് ഗാഡ്ഗിലിനെതിരെ വനമന്ത്രി AK ശശീന്ദ്രൻ. മലയോര ജനതയുടെ മനസ്സിൽ തീ കോരിയിട്ട ആളാണ് മാധവ് ഗാഡ്ഗിൽ. അന്നു തുടങ്ങിയ ആശങ്കയാണ് പശ്ചിമഘട്ടത്തിലെ കർഷകർക്കുള്ളത്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും അവകാശമുണ്ടെന്നും എല്ലാവർക്കും ജീവിക്കണമെന്നും വനമന്ത്രി. ഇടുക്കിയിൽ നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് പകരം നാട്ടുകാർക്കെതിരെ കേസെടുക്കുന്നതിൽ പ്രതിഷേധം. മൂന്നാറിലിറങ്ങിയ പടയപ്പയെ പ്രകോപിപ്പിച്ചവർക്കെതിരെ കേസെടുത്തതിന് എതിരെയാണ് പ്രാദേശികമായി വിമർശനം ഉയരുന്നത്. പടയപ്പയെ പ്രകോപിപ്പിച്ചെന്ന് ആരോപിച്ച് ഡ്രൈവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന ആവശ്യം. ഇല്ലെങ്കിൽ വനം വകുപ്പിന്റെ വാഹനങ്ങൾ റോഡിൽ തടയുമെന്ന് CPM ഏരിയ സെക്രട്ടറി KK വിജയൻ. ACF അടക്കമുള്ള വനപാലകർ പങ്കെടുത്ത യോഗത്തിലാണ് ഏരിയ സെക്രട്ടറിയുടെ പരാമർശം. വയനാട് തിരുനെല്ലി തൃശ്ശേരിയിൽ പത്രം വിതരണം ചെയ്യാൻ പോയ യുവാവിന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. തൃശ്ശേരി കുളിരാനിയിൽ ജോജിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ രണ്ടാമത്തെ കുറ്റപത്രം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിച്ചു. റോസ്ലി വധക്കേസിൽ 3000 പേജുള്ള കുറ്റപത്രമാണ് കാലടി പോലീസ് സമർപ്പിച്ചത്. മുഹമ്മദ് ഷാഫി, ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവർ പ്രതികൾ. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. ഈ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് PFI സർവീസ് ടീമിന് രൂപം നൽകിയത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എതിർക്കുന്നവരെ വകവരുത്താൻ കർണാടകയിലും പോപ്പുലർ ഫ്രണ്ടിന് കില്ലർ സ്ക്വാഡുകൾ. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ കുറ്റപത്രത്തിലാണ് NIAയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. നിരോധിത സംഘടനയായ PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടൽ നടപടികൾ ഇന്നും തുടർന്നു. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള നടപടി സർക്കാർ ആരംഭിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി സസ്പെൻഷനിലായ ASI. തിരുവനന്തപുരം മംഗലപുരം സ്റ്റേഷനിലെ ASI ആയിരുന്ന ജയനാണ് വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ജയനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജയനെതിരെ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാന പോലീസ് മേധാവി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് യൂണിറ്റ് മേധാവികൾക്കുള്ള നിർദ്ദേശം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൗൺസിലർ A. ഷാനവാസിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷം.
എം ലിജു സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. പോലീസിന് നേരെ കല്ലേറുണ്ടായി. മകളോട് മോശമായി സംസാരിച്ചത് ചോദ്യം ചെയ്ത പിതാവിന് മദ്യപ സംഘത്തിന്റെ മർദ്ദനമേറ്റതിന് പിന്നാലെ പിതാവ് തൂങ്ങി മരിച്ചു. ആയൂർ സ്വദേശി അജയകുമാറാണ് ആത്മഹത്യ ചെയ്തത്. MDMA-യുമായി എക്സൈസ് പിടികൂടിയ പ്രതിയുടെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമന്റാണ് തൂങ്ങി മരിച്ചത്. ഇന്നലെയാണ് ഇവരുടെ മകൻ ഷൈനോ ക്ലമന്റിനെ തിരുവനന്തപുരം എക്സൈസ് സംഘം MDMA-യുമായി പിടികൂടിയത്. പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി അമൽജിത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇയാൾ പോലീസിനെ വിളിച്ചു പറഞ്ഞു. CPM അംഗം SR രമേശ് കൊട്ടാരക്കര നഗരസഭാ അധ്യക്ഷൻ. LDF ധാരണ പ്രകാരം ചെയർമാനായിരുന്ന MA ഷാജു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്. വോട്ടെടുപ്പിൽ നിന്ന് BJP വിട്ടുനിന്നു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സംരംഭക മഹാസംഗമം കൊച്ചിയിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. പ്രതിപക്ഷത്തിന്റെ നടപടിയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കേരളം കടത്തിൽ മുങ്ങി നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. 2020 കേരളത്തിന്റെ പൊതുകടം 29%. 2021 37%. കേന്ദ്രത്തിന്റെ പൊതുകടം ഇക്കാലയളവിൽ 12% കൂടിയെന്നും ഇത് മറച്ചുവെച്ചാണ് കേരളത്തിനെതിരായ പ്രചാരണം എന്നും മുഖ്യമന്ത്രി. ഏപ്രിൽ മുതൽ ഇ-കൊമേഴ്സ് സംരംഭം തുടങ്ങുമെന്ന് മന്ത്രി P. രാജീവ്. മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് വെളിച്ചെണ്ണ ഏപ്രിൽ മുതൽ വിപണിയിലെത്തിക്കും. 50 കോടിയുടെ നിക്ഷേപത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി. രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളത്തെ 10ാമതെത്തിക്കും. KV തോമസിനെ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചതിലൂടെ അധിക ബാധ്യത ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നത് എന്തിനെന്ന് കെ സുധാകരൻ. പദവി നൽകുന്നതിലൂടെ ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? കാലുമാറിയ രാഷ്ട്രീയക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ത് ബാധ്യതയാണ് സർക്കാരിനുള്ളതെന്നും KV തോമസ് BJPയുടെ പാലമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. KPCC ട്രഷറർ V. പ്രതാപേന്ദ്രന്റെ മരണത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻ കെ സുധാകരൻ. റിപ്പോർട്ട് വൈകാതെ കിട്ടും. അതിനുശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സുധാകരൻ. യുവ സംവിധായിക നയന സൂര്യയുടെ മരണത്തിൽ സഹോദരൻ മധുവിന്റെ മൊഴി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് DYSP ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. കുടുംബാംഗങ്ങൾക്ക് പുറമെ നയനയുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചു. ജമ്മുവിലെ നരിവാലിൽ ഇരട്ട സ്ഫോടനം, 8 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. സ്ഫോടനം നടന്ന പ്രദേശം പോലീസ് സീൽ ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഭീകരാക്രമണമാണെന്ന് ജമ്മു കാശ്മീർ ADGP മുകേഷ് സിംഗ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ത്രിപുരയിൽ CPM കോൺഗ്രസ് സംയുക്ത റാലി. ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, ഭരണഘടന സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് റാലി. റഷ്യയിൽ നിന്ന് ഗോവയിലേക്ക് വന്ന ചാർട്ടേഡ് വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് വഴിതിരിച്ചു വിട്ടു. 240 യാത്രക്കാരാണ് വിമാനത്തിലുള്ളത്. പുലർച്ചെ 4:30 ദക്ഷിണ ഗോവയിലെ ദബോളിം വിമാനത്താവളത്തിലെത്തേണ്ട വിമാനമാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് വഴിതിരിച്ചു വിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ BBC ഡോക്യുമെന്ററിക്ക് യൂട്യൂബിലും ട്വിറ്ററിലും വിലക്ക്. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി സമൂഹമാധ്യമങ്ങളിലെ ലിങ്കുകൾ നീക്കം ചെയ്യാനും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഡോക്യുമെന്ററിയുടെ ലിങ്ക് നേരത്തെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ 1ാം ഭാഗം 17-നാണ് BBC സംപ്രേഷണം ചെയ്തത്. കളമശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. പഴകിയ ഇറച്ചി പിടികൂടിയ സംഭവം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയാണ് പ്രതിഷേധം.
ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ച ഹോട്ടലുകൾ വീണ്ടും തുറക്കാൻ കടമ്പകളേറെ, ന്യൂനതകൾ പരിഹരിച്ചെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. ജീവനക്കാർക്ക് പരിശീലനം, ഹൈജീൻ, റൈറ്റിംഗ് എന്നിവയും നിർബന്ധമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. കൊല്ലം കൊട്ടാരക്കര നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് പുറമെ CPM-ലും പ്രതിഷേധം. നിർമ്മാണത്തിനായി ആദ്യാവസാനം പ്രവർത്തിച്ച തന്നെയും ശൈലജ ടീച്ചറെയും ഒഴിവാക്കിയതിൽ G. സുധാകരൻ ഫേസ്ബുക്കിലൂടെ പ്രതിഷേധം അറിയിച്ചു. വഴിയരികിലെ ഫ്ലക്സുകളിലല്ല, ജനഹൃദയങ്ങളിലെ ഫ്ലക്സുകളാണ് പ്രധാനമെന്നായിരുന്നു സുധാകരന്റെ കുറിപ്പ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിൽ KC വേണുഗോപാലിനെ ഒഴിവാക്കിയതിൽ കോൺഗ്രസിൽ പ്രതിഷേധം. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ചെന്നിത്തലയും കൊടിക്കുന്നിലും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറെ നേരിടാൻ ഉറച്ച സർക്കാർ. VC നിയമനത്തിന് 5-അംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ ശുപാർശ ചെയ്യണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് സർക്കാർ കത്ത് നൽകി. ഗവർണർ ഇതുവരെ ഒപ്പിടാത്ത സർവകലാശാല നിയമ ഭേദഗതി പ്രകാരമാണ് നടപടി. സാങ്കേതിക സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് പോരിൽ ഇടപെട്ട് രാജ്ഭവൻ. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിലും ബോർഡ് ഓഫ് ഗവേണൻസ് യോഗത്തിലും നടന്ന കാര്യങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ വൈസ് ചാൻസലറോട് ഗവർണർ ആവശ്യപ്പെട്ടു. സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കാട്ടി VC ഉടൻ റിപ്പോർട്ട് നൽകും. PV അൻവർ MLA-ക്കെതിരെയുള്ള കുരുക്ക് മുറുകുന്നു. കള്ളപ്പണ ഇടപാട് ആരോപണത്തിലും വിദേശത്തെ സ്വർണ്ണ ഖനന ബിസിനസ്സിലും അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുന്നു. ആദായ നികുതി വകുപ്പിന് പിന്നാലെ ED-ക്ക് മുമ്പിലും സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാൻ അൻവറിന് കഴിഞ്ഞില്ലെന്നാണ് സൂചന. അൻവറിന്റെ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ED-യുടെ അന്വേഷണം. കാറ്റ് നിറയ്ക്കുന്നതിനിടെ ടയർ പൊട്ടിത്തെറിച്ച് യുവാവിന് മുഖത്ത് ഗുരുതര പരിക്ക്. കൊണ്ടുവന്ന ടയറിലേക്ക് യന്ത്രസഹായത്തോടെ വായു നിറയ്ക്കുന്നതിനിടയിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി മുഹമ്മദ് ഫൈസലിനാണ് പരിക്കേറ്റത്. ശാസ്താംകോട്ട ആഞ്ഞിലിമൂട്ടിലെ ടയർ കടയിലാണ് സംഭവം. തൃശൂർ മതിലകത്ത് ടെമ്പോ ട്രാവലറിന് തീപിടിച്ചു. 4 മാസമായി ഈ വാഹനം ഇവിടെ കിടക്കുകയായിരുന്നു. വാഹനത്തിന് തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല. വാഹനം ഏതായാലും പൂർണ്ണമായും കത്തി നശിച്ചു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മലപ്പുറം പുതുപൊന്നാനിയിൽ വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഗുരുതര പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന ഇടുക്കി ചെറുതോണി സ്വദേശി ജോബിഷാണ് മരിച്ചത്. ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത്. ചെറുതോണി സ്വദേശികളായ 3 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. അയനം A. അയ്യപ്പൻ കവിതാ പുരസ്കാരം MS ഭനേഷിന്. പേരക്കാവടി എന്ന് പേരിട്ട കവിതാ സമാഹാരത്തിലാണ് പുരസ്കാരം. ഫെബ്രുവരി 20-ന് കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ KC നാരായണൻ പുരസ്കാരം സമ്മാനിക്കും. കോഴിക്കോട് പുതുപ്പാടിയിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ കൂട്ടിയിടുന്നതിനെതിരെ പ്രതിഷേധം. പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യമാണ് ഒരു വർഷത്തിലേറെയായി വെസ്റ്റ് കൈതപ്പൊയിലെ പ്ലാന്റിൽ കുന്നുകൂടി കിടക്കുന്നത്. ഇവ നീക്കം ചെയ്യാതെ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ശബരിമല തീർത്ഥാടനത്തിന് ശേഷം ശുചീകരണ പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കാനനപാതകളിൽ തീർത്ഥാടകർ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലുള്ള 20ഓളം പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വയനാട് ഊര് ഗോത്ര പൈതൃക ഗ്രാമത്തിൽ വാൾ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. 3 ദിവസത്തെ ക്യാമ്പിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5 ചിത്രകാരന്മാർ പങ്കെടുത്തു. BSMS മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 1.5 കോടി രൂപയുടെ KR നാരായണൻ എൻഡോമെന്റുമായി ശാന്തിഗിരി ആശ്രമം. തിരുവനന്തപുരം ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലും പാലക്കാട് ആയുർവേദ മെഡിക്കൽ കോളേജിലും ബിരുദ പഠനത്തിനായി യോഗ്യത നേടുന്ന നിർധന വിദ്യാർത്ഥികൾക്കാണ് KR നാരായണൻ എൻഡോമെന്റ് പദ്ധതിയുടെ പ്രയോജനം കിട്ടുക. ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയാണ് ഇക്കാര്യം അറിയിച്ചത്.
ഫെബ്രുവരിയിൽ നടക്കുന്ന മാമാങ്ക മഹോത്സവത്തിന് മുന്നോടിയായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയുടെ നേതൃത്വത്തിൽ മാമാങ്ക സ്മാരകങ്ങളിൽ സന്ദർശനം നടത്തി. ഫെബ്രുവരി 6, 7 തീയതികളിലാണ് മാമാങ്കം. ഭാവിയിൽ മാമാങ്കത്തെ രാജ്യത്തെ തന്നെ പ്രസിദ്ധമായ മേളകളിലൊന്നാക്കി മാറ്റുകയാണ് ലക്ഷ്യം. പാലക്കാട്ട് ഉണ്ണി മുകുന്ദന്റെ കൂറ്റൻ കട്ടൌട്ട്. 75 അടി ഉയരത്തിലാണ് കട്ടൌട്ട്. മാളികപ്പുറം ടീമിന്റെ വിജയത്തിന് പിന്നാലെയാണ് കട്ടൌട്ട് ഉയർന്നത്. സൗബിൻ നായകനാകുന്ന രോമാഞ്ചം അടുത്ത മാസം 3-ന് തിയേറ്ററുകളിൽ. ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു മാധവൻ. കോമഡി ഹൊറർ ചിത്രമായാണ് രോമാഞ്ചം തിയേറ്ററുകളിലെത്തുക. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ എത്തി. നായകൻ ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ടൊവിനോ ട്രിപ്പിൾ റോൾ ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം ആണ് അജയന്റെ 2ാം മോഷണം. ഡൽഹി ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങൾ നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അടക്കം കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് തീരുമാനം. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് രാത്രി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ താരങ്ങൾക്ക് ഉറപ്പു നൽകി. ഇതുവരെ ബ്രിജ്ശരൺ ഭൂഷൺ മാറി നിൽക്കും. കശ്മീരിൽ കാറ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം 5 പേർ മരിച്ചു. പരിക്കേറ്റവർ ആശുപത്രിയിൽ. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് പിഴ ചുമത്തി. സമൂഹമാധ്യമങ്ങളിൽ നൽകുന്നതിനായുള്ള വീഡിയോ ലണ്ടനിൽ ചിത്രീകരിക്കുന്നതിനിടയിലാണ് നിയമലംഘനം. കുറ്റമേറ്റ് പറയുകയും ക്ഷമാപണം നടത്തുകയും ചെയ്ത ഋഷി പിഴ അടയ്ക്കുമെന്ന് വ്യക്തമാക്കി. ജസിൻഡ ആർഡന് പിൻഗാമിയായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയാവാൻ ഒരുങ്ങി ലേബർ MP ക്രിസ് ഹിപ്കിൻസ്. ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ഏക നോമിനിയാണ് ക്രിസ് ഹിപ്കിൻസ്. ക്രിസിന്റെ പ്രധാനമന്ത്രി സ്ഥാനം സ്ഥിരീകരിക്കുന്നതിനും നാമനിർദ്ദേശം അംഗീകരിക്കുന്നതിനുമായി ഞായറാഴ്ച ഉച്ചയോടെ യോഗം ചേരുമെന്ന് ലേബർ പാർട്ടി വിപ്പ് ഡങ്കൻ വെബ് അറിയിച്ചു. ലോക നേതാക്കളോട് പ്രായോഗിക സഹകരണത്തിന് ആഹ്വാനം ചെയ്ത് ലോക സാമ്പത്തിക ഫോറത്തിന് സമാപനം. കാലാവസ്ഥ, യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ ദീർഘമായ ചർച്ചകളാണ് 5 ദിവസത്തെ സമ്മേളനത്തിൽ നടന്നത്. 100ഓളം ഇന്ത്യൻ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സോമാലിയൻ സൈന്യവും അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള അൽ ഷബാബ് തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. വെള്ളിയാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ 100-ലധികം തീവ്രവാദികളും 7 സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അടുത്തിടെ തിരിച്ചുപിടിച്ച മധ്യ സൊമാലിയൻ നഗരമായ ഗൽക്കാഡിലെ സൈനിക താവളം ആക്രമിച്ചതിനെ തുടർന്നാണ് വെടിവെപ്പുണ്ടായെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.